നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. വിശുദ്ധ തെയോഫൻ ബെനാർഡും വിശുദ്ധ പോൾ ലീ തിൻഹും. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭയെന്നും വളർന്നിട്ടുള്ളത്, ശക്തി പ്രാപിക്കുന്നത്. രക്തസാക്ഷികൾ എല്ലാ കാലത്തും സഭയ്ക്ക് ധീരതയാണ്, ശക്തിയാണ് നൽകുന്നത്. രക്തസാക്ഷികളുടെ ആഴമായ ദൈവസ്നേഹം അത് തിരിച്ചറിയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. മരണം മുൻപിൽ കാണുമ്പോൾ അവർ എങ്ങനെയാണ് അതിനെ നേരിടുക ധീരതയോടെ. നമുക്ക് അത്ഭുതമാണ്, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് രക്തസാക്ഷികൾ. അവരുടെ ജീവിതം പഠിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് ലോകത്തിൽ 80-ലധികം രാജ്യങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ ക്ലേശകരമായ സാഹചര്യങ്ങളിലൂടെ സഭ കടന്നു പോകുന്നുണ്ട്. സുവിശേഷം ഒരു വിശുദ്ധ കുർബാന കാണുവാനുള്ള പങ്കെടുക്കുവാനുള്ള അവസരമില്ലാത്ത എത്രയോ രാജ്യങ്ങൾ നമുക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു കുരിശ് സൂക്ഷിക്കുവാൻ അവകാശമില്ലാത്തവർ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ശക്തി പകരേണ്ടത് ഈ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ യേശുവിന് വേണ്ടി ധീരതയോടുകൂടി സുവിശേഷം പ്രസംഗിച്ച് മരിച്ച രക്തസാക്ഷികളെക്കുറിച്ചുള്ള ധ്യാനമാണ്. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സഭ എന്നും പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എപ്പോഴെല്ലാം സഭ പീഡിപ്പിക്കപ്പെടുന്നു അപ്പോൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ വധിക്കപ്പെട്ടാൽ 100 പേര് ക്രിസ്ത്യാനികളായി തീരുകയാണ് ചെയ്യുന്നത്. ഈ വധിക്കപ്പെട്ടവരുടെ അവരുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒരു രക്തസാക്ഷി ഉണ്ടാവുമ്പോൾ വിശ്വാസികൾക്ക് രക്തസാക്ഷികളായി തീരുവാനുള്ള ഒരു ആവേശം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രക്തസാക്ഷിത്വം വളരെയധികം സഭാംഗങ്ങൾ രക്തസാക്ഷികളായി തീർന്ന സഭയാണ് വിയറ്റ്നാമിലെ സഭ. വിയറ്റ്നാമിൽ വളരെയധികം പീഡകൾ സഹിച്ചതാണ്. ഫിലിപ്പീൻസിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഈശോ സഭക്കാർ, MEP ഫാദേഴ്സ് അവർക്ക് സുവിശേഷം പ്രഘോഷിച്ചു. 1800 മുതൽ പീഡനം ആരംഭിച്ചു. പിന്നീട് വിയറ്റ്നാം പ്രദേശത്ത് തന്നെ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇടതുപക്ഷ ചിന്താഗതിയുള്ള സർക്കാരുകൾ കടന്നു വന്നു. ഇന്ന് വളരെയധികം പീഡകൾ സഹിക്കുന്നുണ്ട്. എന്നാൽ അവിടെ രക്തസാക്ഷികളായി തീർന്ന ധാരാളം വിശുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. 4 മാർപ്പാപ്പന്മാർ അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 അവസരങ്ങളിൽ മാർപ്പാപ്പന്മാർ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ 1988 25-ലധികം രക്തസാക്ഷികളെ, വിയറ്റ്നാം രക്തസാക്ഷികളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട ഒരാളാണ് തെയോഫൻ ബെനാർഡ്. മതപീഡനം വിയറ്റ്നാമിൽ ശക്തിപ്പെട്ടപ്പോൾ ടോൻകിനിൽ
ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ ജീവനോടെ ചേർത്ത് കെട്ടി നദിയിലേക്കെറിഞ്ഞു. 1857 മുതൽ 1862 വരെയുള്ള കാലയളവിൽ വൈദികരെ വേട്ടയാടുക എന്ന പ്രത്യേക നയം കൊണ്ടുവന്നു. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ തെയോഫെയിൻ വിയറ്റ്നാമിൽ എത്തിച്ചേരുന്നതും ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും. ചെറുപ്പം മുതൽ തന്നെ ഒരു വിദേശ മിഷണറിയും രക്തസാക്ഷിയുമാകാൻ ആഗ്രഹിച്ചിരുന്ന വിശുദ്ധ തെയോഫെയിൻ സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് വൈദികനാവുകയും തുടർന്ന് MEP മിഷണറിമാരുടെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് പുറപ്പെടുകയും ചെയ്തു. 1861 അദ്ദേഹം രക്തസാക്ഷിയായിത്തീരുന്നത്. തെയോഫൻ ബെനാർഡ് അറിയപ്പെടുന്ന ഒരാളായിട്ട് രക്തസാക്ഷിയുടെ ഗണത്തിൽ വരുന്നത് മറ്റൊരു വേദപാരംഗത, അത് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ പുസ്തകത്തിൽ തന്നെ ആകർഷിച്ച ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ തെയോഫിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം വിശുദ്ധ പറയുകയാണ്, എനിക്ക് ആവേശം നൽകിയ. വിശുദ്ധ പറയുന്നുണ്ടല്ലോ, എനിക്കും ഒരു രക്തസാക്ഷിയായി മരിക്കണം, എൻ്റെ ആഗ്രഹമാണെന്ന്. വിശുദ്ധയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള രക്തസാക്ഷിയാണ് വിശുദ്ധ തെയോഫിൻ. തൻ്റെ കത്തുകൾ, ധാരാളം കത്തുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വലിയ വിശുദ്ധനാണ്. ആ കത്തുകൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കത്തിൽ ഇപ്രകാരമുണ്ട്. വിശുദ്ധ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഒരാൾ മരിച്ചാൽ എന്താണ് പ്രശ്നം? നല്ലൊരു കൃഷിക്കാരന് തനിക്ക് ഫലം കിട്ടുന്നതിന് വേണ്ടി വൃക്ഷങ്ങൾ നടുന്നു. എത്രയും വേഗം ആ വൃക്ഷം ഫലം തന്നാൽ സന്തോഷമല്ലേ ഉള്ളൂ. നേരത്തെയുള്ള മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. വിശുദ്ധ 25ാമത്തെ വയസ്സിൽ മരിക്കുകയാണല്ലോ. ആ മരണത്തെക്കുറിച്ചുള്ള വിശകലനം നടത്തുമ്പോൾ വിശുദ്ധിക്ക് ധൈര്യം കിട്ടിയത് ഈ രക്തസാക്ഷിയിലൂടെയാണ്. കാരണം രക്തസാക്ഷിത്വം എന്താണെന്ന് വിശുദ്ധൻ ഇപ്രകാരം എഴുതുകയാണ്. രക്തസാക്ഷി ഇങ്ങനെ എഴുതുകയാണ്: ഒരു ഉദ്യാനത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്ന വ്യക്തി വിവിധ തരങ്ങളിലുള്ള പുഷ്പങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. അവിടെ കൃഷി ചെയ്യുന്ന, അവിടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് അറുത്തെടുക്കാൻ പറ്റും. ഒരുപക്ഷെ അത് മൊട്ടാകുമ്പോഴാണ് അത് അറുത്തെടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ആ അറുത്തെടുക്കാനുള്ളത്. അത് എപ്പോഴും അറുത്തെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് നട്ട വ്യക്തി തന്നെയാണ്. ദൈവം ഈ ലോകത്തിൽ എനിക്കൊരു ജീവൻ നൽകി, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം സുവിശേഷം പ്രഘോഷിക്കുക. ദൈവം എൻ്റെ ജീവൻ എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊള്ളട്ടെ. ഇങ്ങനെ തൻ്റെ കത്തുകളിലുള്ള ഇത്ര ആഴമായൊരു ദൈവശാസ്ത്രം ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് വിശുദ്ധയെ വളരെയധികം സ്വാധീനിച്ചു. ഇങ്ങനെ വിയറ്റ്നാമിൽ നിന്ന് ധാരാളം രക്തസാക്ഷികൾ വിയറ്റ്നാം സഭ നമ്മുടെ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. തിയോഫിൻ്റെ വാക്കുകൾ ഒരു വിശുദ്ധയ്ക്ക് ചൈതന്യമായി തീർന്നു. അവൾ ഒരു രക്തസാക്ഷിണിയായി തീരണമെന്ന് അവൾക്ക് തോന്നുകയും തൻ്റെ ജീവിതം സമർപ്പിക്കുകയും അത് വേദപാരംഗതരുടെ പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെടുകയും ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഈ ഒരു രക്തസാക്ഷിത്വം 1861 രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ തിയോഫിൻ്റെ ജീവിതം കാരണമായിട്ടുണ്ട്. അപ്പോൾ ഓരോ രക്തസാക്ഷിയും മരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നത് വേദപാരംഗതരാണ് എന്നത് പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഫ്രാൻസിൽ നിന്നും യാത്ര തിരിച്ച വിശുദ്ധ തെയോഫെയിൻ ഹോങ്കോങ്ങിൽ നിന്നും വിയറ്റ്നാമിൽ എത്തിച്ചേർന്നു. കഠിനമായ പ്രേക്ഷിത വേലയും പ്രതികൂല കാലാവസ്ഥയും വിശുദ്ധിനെ രോഗശയ്യയിലെത്തിച്ചു. ശാരീരിക അവലംബതകൾ വിശുദ്ധൻ തൻ്റെ ആത്മീയ ജ്ഞാനത്താൽ എതിരിടുകയും ക്രിസ്തുവിനു വേണ്ടി അധ്വാനിക്കാൻ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ ത്യൂഡ്യൂക്കിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ കണ്ടെത്തുകയും തടവറയിലാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കൈകൾ പിറകിലോട്ട് കെട്ടി വസ്ത്രമുരിഞ്ഞ് വിശുദ്ധനെ വധശിക്ഷയ്ക്ക് തയ്യാറാക്കി. അപ്പോഴും വിശുദ്ധൻ ആരാച്ചാരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ച് സ്തോത്രഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 5 വെട്ടുകൾ വെട്ടി വിശുദ്ധൻ്റെ ശിരസ് ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി. ദാഹം തീരാതെ വാളുകൾ പിന്നെയും ചുടുനിണങ്ങൾ തേടി അലഞ്ഞു. മാറ്റമില്ലാതെ രക്തസാക്ഷികൾ അതിനെ ഭയമില്ലാതെ വരവേൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വിയറ്റ്നാമിൽ നിന്ന് കടന്നു വന്ന മറ്റൊരു ധീരനായ രക്തസാക്ഷിയാണ് വിശുദ്ധ പോൾ തിൻഹ്. വിശുദ്ധ പോൾ 1792 ജനിക്കുന്നത്.
അപ്പോൾ 1792 ആ സമയത്ത് വിയറ്റ്നാമിൽ തന്നെ വിശ്വാസം സ്വീകരിച്ച് ശക്തനായി വന്ന വിശുദ്ധനാണ് വിശുദ്ധ പോൾ തിൻ. അദ്ദേഹത്തിന് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ സെമിനാരിയിൽ പ്രവേശിച്ച് പരിശീലനം നേടണമെന്ന് ആഗ്രഹിക്കുക. ആ പരിശീലനം നേടുന്ന അവസരത്തിൽ ഒരാഗ്രഹം, എനിക്കൊരു മിഷണറി ആകണം. ഈ പരിശീലനം പോരാ, അതുകൊണ്ട് അദ്ദേഹം ഒരു താപസനാകാൻ തീരുമാനിച്ചു. താപസനാകുമ്പോൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒരു താപസ ജീവിതം, വനാന്തരങ്ങളിൽ പോയി ജീവിച്ചിട്ട് ആ വനത്തിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളൊക്കെ, കായ്കനികളൊക്കെ ഭക്ഷിച്ച് അങ്ങനെ ജീവിക്കുക. അപ്പോൾ എന്തൊരു താപസ ജീവിതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിശുദ്ധ പോളിൻ്റെ താപസ ജീവിതം കണ്ടിട്ട് മെത്രാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തപസ് ചെയ്യുന്നത് നല്ല കാര്യം, പക്ഷെ ഒരു ശുശ്രൂഷ ചെയ്തുകൂടെ? നമ്മുടെ ഈ വിയറ്റ്നാമിലേക്ക് വിദേശത്തു നിന്ന് മിഷനറിമാർ വരുന്നുണ്ട്, അവരെ കൊണ്ടുവരിക, അവരെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാം ചെയ്യുക. ഈ ആശയം വിശുദ്ധ പോൾ തിൻഹിന് വളരെ സന്തോഷമായിട്ട് തോന്നി. അദ്ദേഹം തൻ്റെ മെത്രാൻ ആവശ്യപ്പെട്ടതുപോലെ വിദേശത്തു നിന്ന് വരുന്ന മിഷനറിമാരെ വളരെ രഹസ്യമായിട്ട് തന്നോടൊപ്പം ഈ വനാന്തരത്തിൽ തന്നെ താമസിക്കുവാനും അവർക്ക് ഇവിടുത്തെ ഭാഷയൊക്കെ പരിശീലിപ്പിക്കുവാനും തുടർന്ന് ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുവാനും എല്ലാം സാധിച്ചു. ധീരതയോടുകൂടി അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുകയാണ് മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ. സെമിനാരിയിൽ പ്രവേശിച്ചു. പക്ഷെ സെമിനാരിയേക്കാൾ സന്തോഷം തനിക്ക് താപസ ജീവിതമാണ്. താപസ ജീവിതത്തിൽ നിന്ന് തനിക്കൊരു ദൗത്യം കർത്താവ് ഭരമേൽപ്പിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ള മിഷനറിമാർക്കുള്ള പരിശീലനം നൽകി അവരെ തയ്യാറാക്കി അവർക്ക് ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചക്രവർത്തി ഇക്കാര്യം അറിഞ്ഞു. ചക്രവർത്തി 1841 പോൾ തിൻഹിനെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചു. അദ്ദേഹം തടവറയിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങളും എല്ലാം പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. തടവറയിൽ തന്നെ അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. തനിക്ക് ലഭിച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ ജീവിതവും ഈ തടവറയിലുള്ള മറ്റ് ആളുകളോടുള്ള സ്നേഹമായ പെരുമാറ്റവും അവർക്ക് ഉള്ള മാനസാന്തരവും ഇതെല്ലാം കണ്ടിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിശുദ്ധ പോൾ തിൻഹ് ആ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് നാട് കടത്താൻ തീരുമാനിച്ചു. അങ്ങനെ നാട് കടത്താൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റി അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. 7 വർഷത്തോളം 41 മുതൽ 47-48 1848 വരെ അദ്ദേഹം ജയിലിലായിരുന്നു. അവിടെ മതമർദ്ദനം വളരെ ശക്തമായിട്ട് ഉണ്ടായി. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നുണ്ട്, ഇവിടെ ഈ തടവറ എന്തൊരു വലിയ പീഡനമാണ് ഈ തടവറ, എനിക്ക് ചിന്തിക്കുവാനേ കഴിയുന്നില്ല. തടവറയിൽ നിന്ന് അദ്ദേഹം എഴുതുകയാണ്, ഇവിടെ ക്രിസ്തുവിനെ അപഹസിക്കുകയാണ്, ഇവർ കുരിശിനെ ചവിട്ടി അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ അസഭ്യം നിറഞ്ഞ വാക്കുകൾ, ഇവിടുത്തെ പട്ടിണി, ഇവിടുത്തെ വേദനകൾ, ഇവരുടെ നിസ്സഹകരണം, ഇതെല്ലാം നിത്യ നരകത്തെക്കുറിച്ചാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിത്യനരകത്തിലേ ഇതുപോലുള്ള പീഡനങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം എനിക്ക് സഹിക്കാൻ ശക്തി കിട്ടുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ക്രിസ്തു എന്നെ ശക്തിപ്പെടുത്തുന്നു. വിശുദ്ധ പോൾ തിൻഹ് ജയിലിൽ നിന്ന് എഴുതുകയാണ്, നരകയാതനയാണ് ജയിലിൽ അനുഭവിക്കുന്നത്. പക്ഷേ ദൈവത്തിന് ഈശോയോടുള്ള സ്നേഹത്തിൽ, യേശുവിൻ്റെ മുറിവുകളിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ആത്മീയമായി സന്തോഷം അനുഭവിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഈ 48 മോചിതനായ ശേഷം വീണ്ടും സെമിനാരിയിലേക്ക് പോയി പരിശീലനം പൂർത്തിയാക്കി വൈദികനായപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി അദ്ദേഹം ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ തൻ്റെ ശുശ്രൂഷയിൽ 1855 അദ്ദേഹം വീണ്ടും പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ച് ഇപ്രാവശ്യം അദ്ദേഹത്തിന് നാട് കടത്തലുമില്ല, ഒന്നുമില്ല, നിത്യതയിലേക്ക് നാട് കടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചു അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വൈദികനാകണം, ഒരു വിശുദ്ധനാകണം, ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തണം എന്ന ആഗ്രഹം വിശുദ്ധ പോളിന് ദൈവം അനുവർത്തിച്ച് നൽകുകയായിരുന്നു. സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനനമെങ്കിലും
പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ആത്മീയ സമ്പന്നതയിലേക്ക് നയിച്ചു. സെമിനാരിയിലെ ജീവിതം ഉപേക്ഷിച്ച് താപസ ജീവിതം നയിക്കുന്നതിനിടയിലാണ് വിശുദ്ധ പോളിനെ വിയറ്റ്നാമിലെ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾക്ക് മെത്രാൻ നിയോഗിക്കുന്നത്. വിദേശ മിഷണറിമാരെ പോളിൻ്റെ നേതൃത്വത്തിൽ ലാവോസിലെ കാടുകൾ വഴി വിയറ്റ്നാമിലെത്തിച്ചു. എന്നാൽ അധികം നാൾ കഴിയുന്നതിന് മുമ്പേ തന്നെ വിശുദ്ധൻ പിടിയിലാകുകയും ചക്രവർത്തിയുടെ വധശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്തു. കൊലക്കളത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ പോൾ ഇങ്ങനെ പറഞ്ഞു: ക്രിസ്തുമതം സ്വർഗീയ ഗുരുവിൻ്റെ മതമാണ്. അത് പൂർണ്ണമായും സത്യമാണ്. നമ്മുടെ രാജാവും അധികാരികളും ചേർന്ന് അതിനെ തകർക്കാൻ ശ്രമിച്ചാലും ആ സത്യമതം ഒടുവിൽ വിജയം വരിക്കും. ധീരതയോടുകൂടിയാണ് അദ്ദേഹം രക്തസാക്ഷിത്വം സ്വന്തമാക്കുന്നത്. എന്തൊരു അത്ഭുതമാണ്! ഈ രക്തസാക്ഷികൾ, വിയറ്റ്നാമിലെ ഈ രക്തസാക്ഷികൾ ആയിരങ്ങൾക്ക് പ്രചോദനമായി. സഭ അവിടെ വളരെ ശക്തിയോടുകൂടി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണത് സാധിക്കുക? മറ്റൊന്നുമല്ല, പ്രഘോഷിക്കുകയാണ്, ദൈവത്തെ പ്രഘോഷിക്കുകയാണ് ജീവിതത്തിലൂടെ. ഈ രക്തസാക്ഷികൾ, ഇവരുടെ ജീവിതം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഇവരെന്തുകൊണ്ട് രക്തസാക്ഷികളായി. അവർ മറ്റൊന്നുമല്ല, അവർ യേശുവിനെ സ്നേഹിച്ചു. യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഭയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സഭയെ സ്നേഹിക്കുക എന്ന ആഴമായൊരു ബോധ്യം എനിക്ക് കടന്നു വരുമ്പോൾ രക്തസാക്ഷിയായി തീരുന്നതിൽ ആവേശം ലഭിക്കുകയാണ് രക്തസാക്ഷികൾക്ക്. വിയറ്റ്നാം സഭ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സഭയെ, എനിക്ക് ജീവൻ നൽകിയ എൻ്റെ യേശുവിൻ്റെ ശരീരമായ സഭയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ രക്തസാക്ഷികളെ ദ്രോഹിച്ച ചക്രവർത്തിമാരുടെയും പട്ടാളക്കാരുടെയും നിരയിലാണോ നിൽക്കുന്നത്? ചില സമയത്ത് അങ്ങനെയാണെന്ന് തോന്നിപ്പോകും. സഭയുടെ സ്വന്തം മക്കൾ തന്നെ മേലധ്യക്ഷന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കുമെതിരെ ആധുനിക മാധ്യമങ്ങളിലൂടെ എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആരെയാണ് ദ്രോഹിക്കുന്നത്? സഭയെയാണ്. രക്തസാക്ഷികളാകുകയാണ്. യഥാർത്ഥത്തിൽ സഭയെ സ്നേഹിക്കുന്നവർ, നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് പോലും, ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ സഭയെ ദ്രോഹിക്കുകയില്ല. യേശുവിൻ്റെ ശരീരമായ സഭയെ ദ്രോഹിക്കുകയില്ല. എൻ്റെ ഒരു ദുർമാതൃക, ഒരു മദ്യപിക്കുന്ന ഒരു വ്യക്തി സഭയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു ദുർമാതൃകയാണ് നൽകുന്നത്. കടുത്ത മദ്യപാനിയായ വ്യക്തി ആ കുടുംബത്തിനെ, അതായത് സഭയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. ജഡികമായ പാപങ്ങളിൽ മുഴുകുന്ന ആളുകളുണ്ട്. വിവാഹ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്താതെ ജീവിക്കുന്ന ആളുകൾ, അവർ സഭയെയാണ് ദ്രോഹിക്കുന്നത്. ഞായറാഴ്ചകളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഭക്തിയോടുകൂടെ കൈകൾ കൂപ്പി പിടിച്ച് ഉച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും മാതൃക. എന്നാൽ അലക്ഷ്യമായി നിന്ന് കൃത്യസമയത്ത് വരാതിരുന്നാൽ സഭയെ ദ്രോഹിക്കുകയാണ്, രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് ഒരു രക്തസാക്ഷിയാകുവാനുള്ള അവകാശമുണ്ട്, കൃപയുണ്ട്. എനിക്ക് ആകുവാൻ സാധിക്കണം. എങ്ങനെ? ഞാൻ എൻ്റെ യേശുവിൻ്റെ മണവാട്ടിയാണ് സഭ. ഈശോയെ സ്നേഹിക്കുന്നവർ യേശുവിൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുന്നത് സഭയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ഓരോ പ്രവൃത്തിയും എൻ്റെ യേശുവിൻ്റെ ശരീരമായ സഭ മഹത്വപ്പെടുന്നതിന് സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരിക്കലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ തീവണ്ടിയിൽ വെച്ച് ഒരു ബോംബെയിൽ നിന്നുള്ള വ്യക്തിയെ കണ്ടുമുട്ടി. അദ്ദേഹം പരിചയപ്പെട്ട അവിടെ ഒരു വലിയൊരു വ്യവസായി ആണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ബിസിനസ് ടൂറിലാണ്. ആരാണ് അങ്ങയുടെ ബിസിനസ് കൊണ്ടു നടക്കുക? അതെനിക്ക് കോട്ടയത്ത് നിന്നുള്ള ഒരു മാത്യു എന്ന ഒരു MD ഉണ്ട്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒന്നുണ്ട്, അദ്ദേഹം വളരെ ഭക്തനാണ്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ എന്തോ പ്രത്യേകതയില്ലേ? ആ വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയില്ല. നിങ്ങൾക്ക് എന്തോ നോമ്പ് കാലം അങ്ങനെ എന്തോ ഇല്ലേ? ആ നോമ്പ് കാലത്തും അദ്ദേഹവും മാംസവും മത്സ്യവും ഒന്നും കഴിക്കുകയില്ല. നല്ലൊരു വിശ്വാസിയാണ്. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം എന്നെ വഞ്ചിക്കുകയില്ലെന്ന്. ഇതാണ് രക്തസാക്ഷിത്വം.
ആ മാത്യു എന്ന വ്യക്തി സുവിശേഷം പ്രഘോഷിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെയാണ്. സത്യസന്ധമായി തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുന്നത് വഴി രക്തസാക്ഷിയായി തീരുന്നത് ഒരു രക്തസാക്ഷിത്വമാണത്. ഒരു അക്രൈസ്തവനായ വ്യക്തി, അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഓണർ എന്നോട് സംസാരിക്കുകയാണ്, എനിക്കൊരു MD ഉണ്ട്, ഒരു ഡയറക്ടറുണ്ട്, അദ്ദേഹം വലിയ വിശ്വസ്തനാണ്, ക്രിസ്തു ശിഷ്യനാണ്, മതി സുവിശേഷം. ഇതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന. സഭയെ അവിടെ ശക്തിപ്പെടുകയാണ്. ആ വ്യക്തി തൻ്റെ വിശ്വസ്തത പുലർത്തുമ്പോൾ, പ്രാർത്ഥനയിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസ്തത പുലർത്തുമ്പോൾ രക്തസാക്ഷിയായി തീരുക. ത്യാഗമുള്ളവർക്കേ അത് കഴിയുകയുള്ളൂ. സുഖലോലുപതയും ആഡംബരത്തിനും കമ്പോള സംസ്കാരത്തിനും കീഴടങ്ങുന്നവർ, അതിൻ്റെ അന്ധകാര ശക്തികൾക്ക് അടിമപ്പെടുന്നവർക്ക് ക്രിസ്തു ശിഷ്യരാകാൻ സാധിക്കുകയില്ല, രക്തസാക്ഷികളാകാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വം നമ്മോട് കർത്താവ് ഇന്ന് ആവശ്യപ്പെടുകയാണ്. വിയറ്റ്നാമിലെ സഭ അനുഭവിച്ച പീഡകൾ നമുക്ക് ഓർക്കാം. ധീരതയോടുകൂടി നമുക്ക് ജീവിതം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ സഭ, അത് യേശുവിൻ്റെ ശരീരം, ഞാനതിനെ ശക്തിപ്പെടുത്തും. എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് തീരുമാനിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ശാലോം കുടുംബത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ രക്തസാക്ഷികൾ നമുക്ക് കരുത്ത് നൽകട്ടെ, ആത്മീയമായി ശക്തി നൽകട്ടെ. നമുക്കും ഞാനും ഒരു രക്തസാക്ഷിയാകും, അവിടത്തേക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കും. അവിടത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും സമർപ്പിക്കും. അവനോടൊപ്പം നമുക്കും പോയി മരിക്കാമെന്ന തോമാസ് ലീഹായുടെ വിശ്വാസം എനിക്ക് നൽകണമേ എന്ന് അവരുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.